ഇസ്രായേലും ഫലസ്തീനും എന്ന പോലെ ഇന്ത്യയും പാകിസ്ഥാനും ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു യുദ്ധത്തിലേക്കും സർവനാശത്തിലേക്കും എത്തേണ്ടതായിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ പോലെ ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇന്ത്യക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് തന്നെയാണ് ഇന്ത്യയുടെ പാരമ്പര്യവും അഭിമാനവും. ചരിത്രത്തിലുടനീളം നിരന്തരം ശത്രുതയും അകൽച്ചയുമുള്ള രണ്ട് രാജ്യങ്ങൾ. പക്ഷേ കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും സത്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ സ്വാഗതാർഹമാണ്. ചെറിയ അല്പം തിരിച്ചടികളൊക്കെ കൊടുത്തുവെങ്കിലും അതൊരു വലിയ ദുരന്തത്തിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു ഗസ പണിയാനോ ഒന്നും ഇന്ത്യ താല്പര്യപ്പെട്ടില്ല. സമാധാനത്തിനും വെടിനിർത്തലിനുമൊക്കെ മുന്നോട്ട് വന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ എന്നാൽ ഒരു പക്വത കുറഞ്ഞ രാജ്യമാണ്. 1947 ജിന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ ഒരു രാജ്യമാണ്, പാകിസ്ഥാൻ ഒരു പരീക്ഷണമാണ്. സത്യത്തിൽ അത് 100% അംഗീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതി പാകിസ്ഥാനില്ല. സത്യത്തിൽ ബംഗ്ലാദേശിനെ പോലും വിദ്യാഭ്യാസപരമായും ശാസ്ത്ര സാങ്കേതികപരമായും പാകിസ്ഥാൻ മുന്നിലാക്കുന്നു. പാകിസ്ഥാൻ സ്വയം പിന്നിലാകുന്നു. അതായത് സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾപരമായി എല്ലാം വളരെ ലോക നിലവാരത്തിൽ തന്നെ പിറകിലായൊരു രാജ്യം ഇനി സ്വയം നശിക്കുന്ന കാര്യത്തിൽ അവർക്ക് വലിയ ഉത്കണ്ഠയൊന്നും ഉണ്ടാകില്ല. കാരണം ഒന്നുമില്ലാത്തവന് ചാവേറാകാൻ ഒട്ടും പ്രയാസമില്ല. ഒരു യുദ്ധം എന്നുള്ളത് രണ്ട് രാജ്യങ്ങളുടെയും സർവനാശത്തിൻ്റെ ഹേതുവാണ്. അത് ഇരു രാജ്യങ്ങളെയും വീണ്ടും സാമ്പത്തികമായി വളരെ പിറകിലേക്ക് വലിക്കും. സ്വന്തം രാജ്യത്ത് ഇന്ത്യയിൽ അല്പമൊക്കെ ആഭ്യന്തര കലഹങ്ങളും വർഗീയത കൊണ്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നുവെങ്കിലും പുറം രാജ്യങ്ങളുമായി വളരെ നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും. ഇന്ത്യ എന്നാൽ നാം ഇന്ന് കാണുന്ന മാപ്പിൽ കാണുന്ന ഈ ഇന്ത്യയല്ല. മുൻകാലത്ത് വളരെ വിശാലമായ ഒരു മഹാഭാരതമാണ് നമ്മുടെ ഇന്ത്യ. അതായത് ചരിത്രത്തിൽ നമുക്കൊരു ഏകീകൃതമായ ഭരണമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും മുഗൾ എംപയേഴ്സിൻ്റെ മുമ്പ് നാം സത്യത്തിൽ ഛിന്നഭിന്നമായിരുന്നുവെങ്കിലും ഭൂമിശാസ്ത്രപരമായി ഒരു മഹാവിശാലമായ പാരമ്പര്യം നമുക്കുണ്ട്. ഇന്ന് കാണുന്ന ഇന്ത്യക്ക് അപ്പുറം തൊട്ടടുത്ത് കാണുന്ന നമ്മുടെ ശ്രീലങ്ക, അതുപോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ന് കാണുന്ന അഫ്ഗാനിസ്ഥാൻ്റെ മിക്ക ഭാഗങ്ങളും, ഇന്ന് കാണുന്ന നേപ്പാൾ, അതുപോലെ ഇന്ന് കാണുന്ന ചൈനയിലെ തിബത്ത് മേഖല, അതായത് ചൈനയുടെ ഏറ്റവും നല്ല ഭൂപ്രദേശം അതാണ് തിബത്ത്. ഈ രാജ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അതിവിശാലമായ ഭൂപ്രദേശമാണ് ഇന്ത്യയുടെ മാപ്പ്. പക്ഷേ കാലങ്ങൾ കൊണ്ട് പല ഭാഗങ്ങളും ഇന്ത്യക്ക് നഷ്ടമായി പോയി. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും ആ രാജ്യങ്ങളോടൊന്നും ഇന്ത്യ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നില്ല. ഇന്ത്യയുടെ ഈ വിദേശ നയം വളരെ ഉദ്ധാരമുള്ളതാണ്. ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇസ്രായേലിനും ഫലസ്തീനിനും പാഠമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായി നല്ലൊരു യുദ്ധത്തിനാണ് തയ്യാറായത് എങ്കിൽ അത് സത്യത്തിൽ പാകിസ്ഥാൻ്റെ മാത്രം പരാജയമായിരിക്കില്ല. ഏതൊരു യുദ്ധവും ആ രാജ്യത്തെ ഒരു 100 വർഷം പിറകിലോട്ട് വലിക്കുമെന്നുള്ളത് സത്യമാണ്. ഇന്ത്യയുടെ ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് ഏക ധൈര്യമുള്ളത് ചൈനയുടെ സഹായം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാത്ത പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ യുദ്ധം ചെയ്താൽ പോലും അത് ഇന്ത്യക്ക് വളരെ വലിയ നാശവും ദുരന്തവും വരുത്തിവെക്കും. നമുക്കറിയാം, ചൈന ഇന്ന് ഒരു ലോകശക്തിയാണ്. അവരുടെ GDP, അവരുടെ സാമ്പത്തികം, ലോക വിദ്യാഭ്യാസ നിലവാരത്തിൽ ചൈനയുടെ സ്ഥാനം, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ റാങ്കിങ് ലിസ്റ്റ് നോക്കിയാൽ അതിൽ പോലും ചൈനയിലെ യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 20 എണ്ണത്തിൽ സ്ഥാനം പിടിക്കുമ്പോൾ
നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യത്തെ 250 പോലും സ്ഥാനം പിടിക്കുന്നില്ല എന്നുള്ളത് വലിയ ദുഃഖകരമാണ്. അതുപോലെ ചൈനയിൽ അനുദിനം കുതിച്ചുയരുന്ന അത്യാധുനിക സൗകര്യങ്ങൾ, ആ വിഷയത്തിൽ ചൈന അമേരിക്കയെയും യൂറോപ്പിനെയും പോലും വെല്ലുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ചൈനയുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാനോട് ഇന്ത്യ യുദ്ധം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഉചിതം. ആ സത്യം തിരിച്ചറിഞ്ഞ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ വാനോളം പുകഴ്ത്തേണ്ടതുണ്ട്. ചൈന ഈ 2025 പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു ഡാമുണ്ട്, നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ ഏകദേശം ഉത്ഭവസ്ഥാനത്ത് എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്ത് ചൈന പണിയുന്ന ഒരു മഹാ ഡാം. അതിൻ്റെ പേര് യാർലുങ് സാങ്പോ ഡാം എന്നാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ഡാം. ആ ഭൂപ്രദേശമാകട്ടെ ടിബറ്റിലാണ്, അതായത് ഇന്ത്യയിൽ നിന്ന് ചൈന കയ്യേറിയ ഭൂപ്രദേശത്ത്. ആ ഡാം കൊണ്ട് ചൈന ഉദ്ദേശിക്കുന്നത് ചൈനയ്ക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുക, ചൈനയ്ക്ക് ആവശ്യമായ എനർജി ഉൽപ്പാദിപ്പിക്കുക. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഡാമാണ് അവിടെ പണിയുന്നത്. പക്ഷേ ചൈന വിചാരിച്ചാൽ ഇന്ത്യയെ തകർക്കാൻ ആ ഒരൊറ്റ ഡാം തന്നെ മതി. അത്രയും വലിയ ഡാം ആയതുകൊണ്ട് തന്നെ അതൊന്ന് തുറന്നു വിട്ടാൽ നമ്മുടെ നോർത്ത് ഇന്ത്യയെ മൊത്തം വെള്ളപ്പൊക്കം കൊണ്ട് മുക്കിക്കൊല്ലാൻ ചൈനയ്ക്ക് സാധ്യമാണ്. കാരണം ആ ഡാമിൽ നിന്നുള്ള വെള്ളം അങ്ങ് തുറന്നു വിട്ടാൽ ഇന്ത്യയിലേക്കാണ് ഒഴുകുക. കാരണം ഇന്ത്യയിലേക്ക് ഒഴുകി വരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. എന്ന് മാത്രമല്ല, അതങ്ങ് അടച്ച് വരൾച്ച കൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാനും ചൈനയ്ക്ക് സാധ്യമാണ്. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ നിലവാരം, GDP എന്നീ മേഖലകളിൽ ചൈനയോട് മത്സരിക്കേണ്ട നമ്മുടെ ഈ മഹാഭാരതം സർവനാശത്തിൻ്റെ യുദ്ധത്തിൽ നിന്ന് പിന്മാറി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ അഭിമാനാർഹമാണ്. ഇത്തരം സമാധാന നയങ്ങളിലൂടെ ചൈനയെപ്പോലെ ഉയരാൻ നമ്മുടെ രാജ്യത്തിന് സാധ്യമാകട്ടെ.